ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ് മാനവകുലത്തിൻ്റെ രക്ഷയുടെ അടയാളമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ അടയാളമാണ് കുരിശ്. ക്രൈസ്തവ വിശ്വാസം പരിശുദ്ധ തീർത്ഥത്തെയും കുരിശിനെയും ആധാരമാക്കിയുള്ളതാണ്. അതിനാൽ തന്നെ കുരിശ് പരിശുദ്ധ തീർത്ഥത്തെക്കുറിച്ചുള്ള രഹസ്യം വെളിപ്പെടുത്തുന്നു. പിതാവായ ദൈവം ലോകത്തെ രക്ഷിക്കുവാനായി പുത്രനെ അയച്ചു. പുത്രൻ പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റി. പരിശുദ്ധാത്മാവ് ആ ഒരു സത്യത്തെ അനേകരിലേക്ക് പകർന്നുകൊണ്ട് തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നു. വിശുദ്ധ കുരിശ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ദൈവത്തിൻ്റെ സംഗമത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് കുരിശ്. ബൈബിളിൽ കുരിശിനെ കൂടാതെ ഒരു പരിഹാരവുമില്ല, അവസാനവുമില്ല. ബൈബിളിൽ പാപത്തിൻ്റെ ആധിപത്യം ആരംഭിക്കുന്നത് ഉൽപ്പത്തിയിൽ നിന്നാണെങ്കിൽ അവസാനിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ്. യഥാർത്ഥ ജ്ഞാനം കുടികൊള്ളുന്നത് കുരിശിനേക്കാളും ഉയരത്തിലല്ല, കുരിശിന് താഴെയുമല്ല, മറിച്ച് കുരിശിൽ തന്നെയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രഖ്യാപനം പൂർണ്ണമാകുന്നത് ഈശോയുടെ കുരിശിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗത്തിലെ രാജ്യത്വം എങ്ങനെയെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട്, ദാസനായി തീർന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തി ലോകത്തിന് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. അന്ത്യാത്താഴത്തിൽ ഈശോ തൻ്റെ മരണത്തെ പുതിയ ഉടമ്പടിയുടെ തുടക്കമായി പ്രഖ്യാപിച്ചു. തൻ്റെ ശരീരവും രക്തവും ഭക്ഷണവും പാനീയവുമായി നൽകിക്കൊണ്ട് ആ ഉടമ്പടി ഉറപ്പിച്ചു. ആ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് കുരിശിൽ സംഭവിച്ചത്. കുരിശിൽ ഈശോ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചു. കുരിശിൽ ലോകത്തിൻ്റെ പാപങ്ങൾക്കായി അവിടുത്തെ ശരീരം തകർക്കപ്പെട്ടു. അപമാനത്തിൻ്റെ സൂചകമായ കുരിശിനെ ഈശോ തൻ്റെ മരണത്തിലൂടെ മഹത്വത്തിൻ്റെ പ്രതീകമായി ഉയർത്തി. ഈശോയുടെ കുരിശിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.